അപ്പോൾ എല്ലാവർക്കും ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. ഹലോ, ഇന്ന് നിങ്ങൾ പള്ളിയിലൊക്കെ പോയോ? ഹലോ, ആദ്യമായിട്ട് ഇതുമാർക്ക് പറയാണ്. ഞങ്ങൾ ഇന്ന് പള്ളിയിൽ പോയി. പള്ളിയിൽ ഇന്ന് നമസ്കാരം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പരിപാടികൾക്കൊക്കെ ഇറങ്ങിയത്. ചൈനയിൽ പള്ളിയിൽ പോകുന്നതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടോ? ചൈനയിൽ നമുക്ക് പള്ളി പോകുന്നതിലൊന്നും ബുദ്ധിമുട്ടില്ല. പള്ളി പോകാം. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ താമസിക്കുന്ന സിറ്റി കെച്ചാവോ ആണ്, നമുക്കറിയാം. പലപ്പോഴായിട്ട് ഷീച്ചിയുടെ വീഡിയോ തന്നെ ആളുകൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ കെച്ചാവോ ഇവിടെ നമുക്ക് പിന്നെ 2 പള്ളികളുണ്ട്. ഒരു യമനി പള്ളിയുണ്ട്, ഒരു പാകിസ്ഥാനി പള്ളിയുണ്ട്. പിന്നെ അതുകൂടാതെ ഷിൻജിയാനികൾ പോകുന്ന, അതായത് ചൈനീസ് നേറ്റീവ്സ് തന്നെ പോകുന്ന വേറെ പള്ളിയുണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയിൽ സ്ഥിരം പോകാറുണ്ട്. പിന്നെ ഇവിടെ പള്ളിയിൽ പോകുന്നതിനോ നമസ്കാരത്തിനൊന്നും പ്രശ്നമില്ല. പക്ഷെ വേറെ ഒന്നുള്ളത് ഇവിടെ പിന്നെ മൊത്തം മോണിറ്ററിങ് ഉണ്ടാവും. ഇപ്പോൾ പള്ളിയിലാണെങ്കിലും വലിയ ക്യാമറ ഉണ്ട്. അവർ പിന്നെ എന്താണ് ചെയ്യുന്നത്, പിന്നെ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? വേറെ പ്രശ്നമില്ല. ഇപ്പോൾ ജുമ ആണെങ്കിലും ജുമക്കാണെങ്കിലും പിന്നെ മോണിറ്ററിങ് ഉണ്ടാവും. അതുകൂടാതെ ഇപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിനാണെങ്കിലും സമയവും കാര്യങ്ങളൊക്കെ ചൈനീസ് ഗവൺമെന്റ് തന്നെ നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന ടൈമിലാണ് നമസ്കാരം ഉണ്ടാവുക. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് നമസ്കാരം തുടങ്ങണ്ടെന്ന് നോക്കും. പിന്നെ അവരെ ഗവൺമെന്റിന്റെ സ്റ്റാഫും വരും. എല്ലാ പെരുന്നാളിലും അവർ വന്നിട്ട് പള്ളിയിലൊക്കെ CCTV വെച്ചിട്ടുണ്ടോ? എല്ലാ പള്ളിയിലും CCTVകളുണ്ട്. അതായത് ആരൊക്കെ പള്ളിയിൽ വരുന്നുണ്ട് പോകുന്നുണ്ടെന്നുള്ള കൃത്യമായിട്ട് അവർ മോണിറ്റർ ചെയ്യുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്ന ശാന്തമായിട്ട് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമുക്കില്ല. നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലും അതിന്റെ പുറകെ നമുക്ക് ഇങ്ങേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു, ബാങ്ക് വിളി ഇല്ല എന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, എനിക്കറിയത്തില്ലല്ലോ, നമ്മൾ ഒച്ചത്തിലുള്ള ബാങ്ക് വിളി ഞാൻ ഇവിടെ ഒരിടത്തും കേട്ടിട്ടില്ല. അതെങ്ങനെയാണ് പള്ളിയിൽ ഇവിടുത്തെ ബാങ്ക് വിളിയൊക്കെ? ആക്ച്വലി ഇവിടെ പിന്നെ വലിയ പള്ളികളിൽ ബാങ്ക് വിളിയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പിന്നെ മലയാളികൾക്ക് പലർക്കും അറിയാവുന്നതാണ് യു എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്. പിന്നെ ഏകദേശം ലോകത്തിലേക്കുള്ള 60% കമ്മ്യൂണിറ്റീസും ആ സിറ്റി, ലോകത്തിലേക്കുള്ള 60% കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഒന്ന് ആലോചിച്ചോളാം എന്ത് പോലെയുണ്ടെന്ന്. ആ സിറ്റിയിൽ നിന്നാണ് കയറി പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വലിയ പള്ളിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ യുവില് പിന്നെ ഇതുപോലെ ബിസിനസിൻ്റെ ആവശ്യത്തിനൊക്കെ പോവുകയാണെങ്കിൽ, പിന്നെ സോഴ്സിങ് കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണെങ്കിൽ ആ പള്ളിയിലാണ് പോകല്. ആ പള്ളിയിലൊക്കെ ബാങ്ക് വിളിക്കാറുണ്ട്. അപ്പോൾ വലിയ മൈക്ക് വെച്ചിട്ട് തന്നെ ബാങ്ക് വിളിയുണ്ട്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കാറൊക്കെ ഉണ്ട്. ഈ ബാങ്ക് വിളി ഇവിടെ നമ്മുടെ ഈ സിറ്റിയിലുള്ള പള്ളികളിൽ ബാങ്ക് വിളി ഇല്ലാത്തതെന്ന് വെച്ചാൽ, നമ്മുടെ സിറ്റിയിലുള്ള പള്ളികൾ പിന്നെ പള്ളി എന്നതിനേക്കാൾ കൂടുതൽ ഒരു മുസല്ല എന്ന അർത്ഥത്തിലാണ് ആദ്യം പിന്നെ വന്നത്. പിന്നീടാണ് ആ പള്ളിയായിട്ട് മാറുന്നത്. അപ്പോൾ മുസല്ല എന്ന അർത്ഥത്തിൽ പിന്നെ എല്ലാ ആൾക്കാരും നമസ്കാര സമയം അവിടെ എത്തും. അപ്പോൾ അവിടെ ബാങ്ക് വിളിക്കും. അങ്ങനെ തന്നെ ബാങ്ക് വിളി എല്ലാ പള്ളിയിലും നടക്കുന്നുണ്ട്. പിന്നെ മൈക്ക് വെച്ച് ബാങ്ക് വിളിക്കാത്ത അത് ഈ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൽ ഒരു ഫ്ലോർ മുഴുവനായിട്ട് എടുത്തിട്ടാണ് പള്ളിയാക്കുന്നത്. അപ്പൊ അവിടെ ഇവിടെ ക്രിസ്ത്യൻ പള്ളികളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാവാം പിന്നെ ഒച്ചത്തിലുള്ള ബാങ്ക്. പള്ളി എന്ന രൂപത്തിൽ ബിൽഡിംഗ് ആയിട്ട് കൊണ്ടിട്ട പള്ളി, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ യുവലിന മസ്ജിദൊക്കെ ആണെങ്കിൽ അവിടെ ബാങ്ക് വിളിക്കാറുണ്ട്. അവിടെ ഒരു പടി കൂടി കടന്ന് വെള്ളിയാഴ്ച പിന്നെ, കാരണം അത്രയും പിന്നെ ആളുകൾ യുവല് പർച്ചേസിന് വേണ്ടി വരുന്നതാണ്, പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ ആ പള്ളിയിലേക്കുള്ള റോഡ് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒരു ഗവൺമെന്റ് അടച്ചിടും, അത്രയും തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് പിന്നെ അവിടെ വരുന്ന ആൾക്കാരെ സെക്യൂരിറ്റി മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നെ പള്ളിയിലേക്ക് വരുന്ന എല്ലാ ആൾക്കാരെയും സ്കാനർ വെച്ച് സ്കാൻ ചെയ്ത് അവരുടെ ബാഗുകൾ പുറത്ത് തന്നെ സേഫ് ആയിട്ട് വെച്ച് അതിനുവേണ്ടി ഫേസ് ലോക്ക് ഒക്കെ ഉള്ള ഒരു ക്യാബിനറ്റ് ആ സമയത്തേക്ക് വേണ്ടി മാത്രം, ഈ അരമണിക്കൂർ പരിപാടിക്ക് വേണ്ടി മാത്രം അവർ കൊണ്ടുവരും. അതുപോലെ മെറ്റൽ ഡിറ്റക്ടർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എല്ലാ പള്ളിയിലേക്ക് വരുന്ന എല്ലാവരും അതിലേക്ക് കൂടി കയറ്റി. കാരണം പള്ളി അവിടെ വരുന്നവർക്ക് ഒരു അപകടം ഉണ്ടാവരുത്. കാരണം പള്ളിയിൽ എടുക്കുന്ന പിന്നെ പള്ളികൾക്ക് വേണ്ടി എടുക്കുന്ന മെഷർമെന്റുകളൊക്കെ അത്രയും പിന്നെ പെർഫെക്റ്റ് ആണ് അവരുടെ. ആ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഉടനെ തന്നെ ആ റോഡ് പഴയ പോലെ റോഡാണ്. സാധാരണ ബസ് പോകുന്ന നല്ല തിരക്കുള്ള റോഡാണ്. അവിടെ നമുക്ക് നമസ്കരിക്കാൻ വേണ്ടി മാത്രം അവർ ആ റോഡ് ഫുൾ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ പള്ളികളുണ്ട്. പള്ളികളിൽ ബാങ്ക് കൊടുക്കുന്നതുകൊണ്ട് പള്ളികളായിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് പള്ളിയായിട്ട് പണിത ബിൽഡിങ്ങുകൾ, പള്ളിക്ക് വേണ്ടി മാത്രമുള്ള ബിൽഡിങ്ങുകളിൽ ബാങ്ക് കൊടുക്കലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളും പിന്നെ ഭയങ്കര ടോളറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മൾ തന്നെ ആയാലും, ഞാൻ നേരത്തെ പറഞ്ഞ ആ മാർക്കറ്റ് ഏകദേശം 1,40,40,000 മുകളിൽ ഔട്ട്ലെറ്റുകളുണ്ട്. ഫാക്ടറി ഔട്ട്ലെറ്റുകളും പിന്നെ ട്രേഡിംഗ് ഔട്ട്ലെറ്റുകളായിട്ടുള്ള ഒരു മാർക്കറ്റാണ് അത്. ഒരു 5 കിലോമീറ്റർ നീളത്തിലായിട്ടാണ് ആ മാർക്കറ്റിന്റെ ബിൽഡിംഗ് ഉള്ളത്. അവിടെ തന്നെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ആ കടയിലോ ഉടമ അവരെ മിക്കവാറും എല്ലാ കടകളിലും മുസല്ലകൾ ഉണ്ടാവും. അവർ മുസല്ല തരും, നിങ്ങളിവിടെ നിസ്കരിച്ചോളാൻ പറയും. അങ്ങനെ എല്ലാവരും പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെയായിട്ട് നമസ്കാരത്തിന്റെ കാര്യത്തില്. ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയിലെ ഏതു മതത്തിലുള്ള ആൾക്കാർക്കും അവരുടെ മതത്തിൽ വിശ്വസിക്കുന്നതിനോ അവരുടെ മതാചാരങ്ങൾ ചെയ്യുന്നതിനോ യാതൊരുവിധ തടസ്സവുമില്ല. പക്ഷേ മതഭ്രാന്തന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി ചൈന അനുവദിക്കുന്നില്ല. മതത്തെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളോ
പള്ളിയെ ചൊല്ലിയുള്ള തർക്കങ്ങളോ ഒന്നും ഉണ്ടാകാൻ ഇവിടെ അനുവദിക്കുന്നില്ല. മതം നമ്മൾ പബ്ലിക്കിൽ പൊതുവായിട്ട് മതം പറയാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചൈന അനുവദിക്കുന്നതല്ല. അതെല്ലാം ചൈന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. ശരിക്കും അങ്ങനെയൊക്കെ വേണമെന്ന് നമ്മൾ പോലും പലപ്പോഴും ചിന്തിച്ചു പോകും അല്ലേ. ശരിക്കും പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ മതത്തെ ചൊല്ലിയാലേ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയും പ്രശ്നങ്ങളും നമ്മുടെ കൊച്ചു ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ നല്ല രീതിയിൽ എല്ലാവരും സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒക്കെ ജീവിക്കാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു ബലിപ്പെരുന്നാൾ ആശംസകൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.